ഞാൻ നാട്ടിൽ വന്നപ്പോൾ മാഡം എനിക്കൊരു മണിയറൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ലേ, ബെഡ് സെറ്റുള്ള. അതിൻ്റെ റിസൾട്ട് പറയേണ്ടിയിട്ടായിരുന്നു ഞാൻ മെസ്സേജ് അയക്കുന്നത്. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ മാഡത്തിനോട് എൻ്റെ പ്രോബ്ലം എന്താണെന്ന് കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ മാഡം നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ആ പ്രോഡക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടുന്ന് പിന്നെ എനിക്ക് നല്ല കഴുത്ത് വേദനയും പിന്നെ കാൽമുട്ടെല്ലാം നല്ല വേദന ഉണ്ടായിരുന്നു. കഴുത്ത് എനിക്ക് പിന്നെ താഴോട്ട് ഇങ്ങനെ നോക്കാനൊന്നും പറ്റാതെ ഉള്ളൊരു വേദനയായിരുന്നു. ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെയോ അങ്ങനെയുള്ള വേദനയായിരുന്നു കഴുത്തിന്. അതുപോലെ കാലെനിക്ക് മടക്കാനൊന്നും കഴിയില്ല, സ്റ്റെപ്പ് കയറാൻ കഴിയില്ല, ഇരിക്കാൻ ബുദ്ധിമുട്ട് കാലിൻ്റെ മുട്ടിനൊക്കെ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഡോക്ടറെ കാണിച്ച ടൈമിൽ ഡോക്ടർ എക്സ്റേ എടുക്കാനൊക്കെ പറഞ്ഞു. പിന്നെ ഓർത്തോൻ്റെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു, എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഇവർക്ക് എന്താണെന്നത് മനസ്സിലാകുന്നില്ല. പിന്നെ നരമ്പിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് മനസ്സിലാവാണ്ട് അപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഓർത്തോൻ്റെ ഡോക്ടറെ കാണിച്ച്. ഓർത്തോൻ്റെ ഡോക്ടർ പിന്നെ ഫിസിയോതെറാപ്പി ആയിരുന്നു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കഴുത്തിനും എൻ്റെ കാലിനും. ഒരു അരമണിക്കൂർ കഴുത്തിന് പിന്നെ ചൂട് വെച്ചിട്ട് നല്ലോണം ചൂട് പിടിച്ചിട്ട് പിന്നെ ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. ഒരു നാലഞ്ചല്ല ഒരു 5-6 എക്സസൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ട് വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക. വ്യത്യാസം ഇല്ലെങ്കിൽ പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് തന്നെ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിർത്താതെ ചെയ്യണം, ഒരു 5-6 മാസം അത് വ്യത്യാസമാകുന്നത് വരെ. പിന്നെന്തോ മസിലിൻ്റെ ടൈറ്റ് ആകുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കാൽമുട്ടും അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത്. പിന്നെ ചൂട് പിടിച്ചിട്ട് അരമണിക്കൂർ ചൂട് പിടിച്ചിട്ട് ഒരു 5-6 എക്സസൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഡെയിലി ഫിസിയോതെറാപ്പീൻ്റെ അടുത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നതായിരുന്നു എക്സസൈസ്. അപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് വ്യത്യാസമായിട്ടില്ലെങ്കിൽ ഫിസിയോതെറാപ്പീൻ്റെ അടുത്ത് പോയിട്ട് തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ 1-2 വട്ടം, രണ്ടല്ല ഒരാഴ്ച വരെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ചൂട് പിടിച്ചിട്ട് ചെയ്യുന്ന ഒരു ടൈമിൽ മാത്രം എനിക്ക് വ്യത്യാസം കാണൽ. ചൂട് പിടിച്ച് എക്സസൈസ് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഇതിങ്ങനെ കഴുത്തിനും കാൽമുട്ടിനൊക്കെ നല്ല വേദനയായിരുന്നു. സ്റ്റെപ്പ് കയറാൻ കഴിയാതെയും തല ഇങ്ങനെ മേലോട്ട് ഉയർത്തി പിടിച്ച് നിൽക്കാനാണ് പറഞ്ഞത്. ഫോൺ നോക്കാൻ പാടില്ല, ടി വി നോക്കാൻ പാടില്ല, ഇങ്ങനെ താഴോട്ട് നോക്കിയിട്ടൊന്നും ചെയ്യാനോ വെയിറ്റ് എടുക്കാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടൈമിലായിരുന്നു മാഡം എനിക്ക് ആ പ്രോഡക്റ്റ് തന്നത്. ഈ ബെഡ് ഉണ്ടായിരുന്നില്ലേ മണിയറേൻ്റെ, അത് അപ്പോൾ അതിൽ കിടന്ന് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ എനിക്ക് മാറ്റം വന്നത് കാൽമുട്ടിനായിരുന്നു. കാൽമുട്ടൊക്കെ എന്തോ ഒരു വല്ലാതെ ഇങ്ങനെ നരമ്പൊക്കെ പിടിച്ച് വലിക്കുന്നത് പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് തന്നെ കുറച്ച് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് നല്ല വ്യത്യാസമുണ്ട് എനിക്ക് കാല്. പിന്നെ മടക്കുമ്പോഴൊന്നും അങ്ങനെ അത്ര വേദന ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് യൂസിൽ തന്നെ. അങ്ങനെ ഇപ്പോൾ ഒരാഴ്ച ആയിരുന്നപ്പോഴേക്കും എനിക്ക് നല്ല വ്യത്യാസം എന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ കാല് മുട്ട് മടക്കാനോ പിന്നെ ബെഡിൽ കയറാനോ ഒന്നും ഒരു പ്രശ്നമില്ല, സ്റ്റെപ്പ് കയറാനോ ഒന്നിനും പ്രശ്നമില്ല. എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ കഴുത്തിനും നല്ല വ്യത്യാസമാണ്. കഴുത്തും എനിക്ക് ഒന്നും മടക്കാൻ പറ്റാതിരുന്ന കഴുത്തായിരുന്നു. പിന്നെ താഴോട്ട് നോക്കാനോ എന്ത് ജോലി ചെയ്യാനൊന്നും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല വ്യത്യാസമായിരുന്നു. എനിക്കിപ്പോൾ എന്ത് ചെയ്യാനും പറ്റുന്നുണ്ട്, കഴുത്തു പ്രശ്നമില്ല, നല്ല വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മാമിനോട് നല്ലൊരു താങ്ക് യു പറയാൻ വേണ്ടിയിട്ടായിരുന്നു മാഡത്തിനോട്. കാരണം വെച്ചാൽ പിന്നെ ഇത്രയും പെട്ടെന്ന് വ്യത്യാസമാകുമെന്ന് ഞാൻ കരുതിയിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തിട്ടും എനിക്ക് വേദന വ്യത്യാസമില്ല. അവർ കുറച്ച് നാളെടുക്കണം എന്നാണ് പറഞ്ഞത്. ഒരു 5-6 മാസത്തോളം ഇത് നോക്കണം, എന്നിട്ട് വ്യത്യാസമായിട്ടില്ലെങ്കിൽ പിന്നെ MRI സ്കാനിങ് ഒക്കെ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞെടുത്താണ് എനിക്ക് ഈ ഒരു ഫസ്റ്റ് യൂസിൽ തന്നെയെന്ന് വേണം പറയാൻ എനിക്ക് ഇത്രയും വ്യത്യാസം ഉണ്ടായത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അത് തന്നതിന് എനിക്ക്.